കൊല്ലം കൊട്ടിയത്ത് അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രം പിടികൂടി. 100ഓളം സിലിണ്ടറുകൾ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട്. 3 പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ആയിരക്കണക്കിന് സിലിണ്ടറുകൾ നിറച്ചതിന്റെ തെളിവുകൾ കൂടി കണ്ടെത്തി. കണ്ണൻ നായർ നമുക്കൊപ്പം വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. കണ്ണൻ, 100ഓളം സിലിണ്ടറുകൾ പറയുമ്പോൾ എത്രയോ കാലമായി പ്രവർത്തിച്ചു എന്ന് വേണം ഊഹിക്കാൻ. എങ്ങനെയായിരുന്നു ഈ കേന്ദ്രത്തിന്റെ ഒരു പ്രവർത്തനം? ഈ പ്രതികളെ പറ്റി എന്തെങ്കിലും സൂചനയുണ്ടോ? കൊല്ലം കൊട്ടിയത്തിന് സമീപമാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കൊട്ടിയത്തിന് സമീപം ഉൾപ്രദേശമാണിത്. ഈ പ്രദേശത്ത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് പരിശോധനയ്ക്കായി എത്തിയത്. ആ എത്തിയ സമയത്ത് ഒട്ടേറെ സിലിണ്ടറുകൾ, ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ എത്തിച്ച് ആ വലിയ സിലിണ്ടർ, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഈ സിലിണ്ടറുകളിലേക്ക് മാറ്റുകയാണ്. അതിനുവേണ്ടി പ്രത്യേക ഉപകരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ എത്തുന്ന സമയത്ത് ഇവിടെ ഗ്യാസ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരു വീടിൽ ഒരു ഷെഡ് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേയേറെ നാളുകളായി ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി കാണാൻ സാധിക്കും. കാര്യം ഇത് ഈ കാണുന്നത് ഗ്യാസ് നമ്മൾ തുറക്കുന്ന സമയത്ത്, അതായത് പുതിയൊരു ഗ്യാസ് സിലിണ്ടർ എടുക്കുമ്പോൾ തുറക്കുന്ന സമയത്ത് ഉള്ള ഒരു ക്യാപ്പാണ് അത്. അതായത് ഒരു ചാക്ക് ക്യാപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. അന്നേരം ഇവിടെ നിന്ന് എത്രത്തോളം സിലിണ്ടറുകൾ ഒരു നിറച്ചിട്ട് പോയിട്ടുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ വ്യവസായ അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറിലേക്ക് ഗ്യാസ് നിറച്ചുകൊണ്ട് പോവുകയാണ്. ഇത് 1-2 വീടുകളിൽ നിന്നും വാങ്ങിയൊക്കെ നിറയ്ക്കുന്നതാണെന്ന് കരുതാൻ പറ്റില്ല. ഏജൻസികളുമായുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിലിണ്ടർ കേന്ദ്രമാണ് ഇപ്പോൾ ഇത്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യം എന്തെങ്കിലും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചൂട് ആവാതിരിക്കാൻ വേണ്ടിയൊക്കെ ഐസും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഐസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടി, ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടി ഐസും ഒക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ആ ഐസ് ഇതുവരെ അലിഞ്ഞു പോയിട്ടില്ല. കാര്യം അത് അന്നേരം ഇപ്പോഴും പ്രവർത്തിച്ച ഒരു കേന്ദ്രമാണ്. നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ പുക പടലങ്ങളൊക്കെ തന്നെ ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെ വെച്ചാണ് ഈ ഒരു വേണമെങ്കിൽ ഒരു കാലിത്തൊഴുത്തിന് സമാനമായ ഒരു കേന്ദ്രം. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീടുണ്ട്, അവിടെ കുട്ടികളുണ്ട്, അവിടെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സ്ഥലമൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. താലൂക്ക് സപ്ലൈ ഓഫീസർ അടക്കമുള്ള ആൾക്കാർ എത്തി ഇവിടെ പരിശോധിക്കുകയാണ്. മേഡം, എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പരിശോധന? ഇത് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് ഒരു ഫോൺ കോൾ വഴിയുള്ളൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സിങ് നടക്കുന്നു എന്ന് പറഞ്ഞു. മാഡം ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ ഉടൻ തന്നെ റേഷൻ ഇൻസ്പെക്ടർമാരുമായിട്ട് നേരെ ഇങ്ങ് അവരെ ലൊക്കേഷനല്ല മാഡത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു. ആ ലൊക്കേഷൻ വെച്ചിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന ഉടൻ തന്നെ വാഹനങ്ങളും സിലിണ്ടറും കിടക്കുന്നതായിട്ട് കണ്ടു. മാത്രമല്ല ഈ പ്രോസസ്സിങ് നടക്കുന്നത് കൊണ്ട് നല്ല സ്മെല്ലും പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. എത്ര സിലിണ്ടർ ഉണ്ടായിരുന്നു? 75ഓളം സിലിണ്ടർ ഇപ്പം കിട്ടി. നമ്മളവിടെ ഇരിക്കുന്ന ആ ചാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000-3000 സിലിണ്ടർ നിറച്ചതിന് സമാനമായിട്ടുള്ള ക്യാപ്പുകളുണ്ട്. അത് ആ ചാക്കിലവിടെ പൊതിഞ്ഞു വെച്ചിരുന്നത്. അതിപ്പോൾ ഞങ്ങൾ പോയി ഓരോന്നും പരിശോധിച്ച് തട്ടിയിട്ടതാ. എന്തായിരുന്നു നടപടി? എന്തായിരുന്നു ഇത്? ഇനിയിപ്പോൾ മാസ്റ്റർ എഴുതി നേരെ ഇത് ഭാരത് ഗ്യാസിൻ്റെ ഏജൻസി തന്നെ ഏൽപ്പിക്കുക, കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുക. ബാക്കിയെല്ലാം കളക്ടർ. എല്ലാം ഭാരത് ഗ്യാസിൻ്റെ സിലിണ്ടർ തന്നെയാണോ? ഒരു 3 കൊമേഴ്സ്യൽ ഗ്യാസ് HP കാണുന്നുണ്ട്. ബാക്കിയെല്ലാം ഭാരത് ഗ്യാസ്. ഇത് ഇവിടെ വന്ന സമയത്ത് നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവരെ ആരെങ്കിലും പിടികൂടാൻ വല്ല സാധിച്ചോ? ഇല്ല, ഞങ്ങൾ വന്നപ്പോൾ 3 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ 3 പേരും ഞങ്ങളുടെ വണ്ടി കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ബൈക്കിൽ അങ്ങ് കടന്നു പോയി. അവരെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഉടൻ തന്നെ ഞങ്ങൾ ഇതിനോട് ചേർന്ന് കാണുന്ന വീട്ടിൽ ആ സ്ത്രീയായിട്ട് വിവരങ്ങൾ ശേഖരിച്ചു. അപ്പോൾ അവരിത് മിനറൽ വാട്ടർ കൊടുക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് 6000 രൂപ റെൻറ്റിന് കൊടുക്കുമായിരുന്നെന്നാണ് പറഞ്ഞത്. ബാക്കി അത് വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ മൊത്തം ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, സ്മെല്ലുണ്ട്. അത് അവരോട് തന്നെ ചോദിച്ചു. ഇതിൻ്റെ സ്മെല്ല് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല? 2 ചെറുപ്പക്കാരായ 2 കൊച്ചു 2 ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അവർക്ക് അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ അറിവില്ല എന്ന് പറയാനും പറ്റുന്നില്ല.